ഓക്കെ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മെംകോയിൻ്റെ ട്യൂട്ടോറിയലാണ്. മെംകോയിൻ്റെ ട്യൂട്ടോറിയൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലിങ്കിൽ പോവുക. അതിനുശേഷം പ്ലേ ആൻഡ് ഏൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഇതായിരിക്കും നിങ്ങളുടെ ഇൻ്റർഫേസ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്നത്, ഇതിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു ക്യാറ്റാണ്. അപ്പോൾ ഈ ഒരു ക്യാറ്റ് ഓരോ ലെവൽ എത്തുമ്പോഴും ഇപ്പോൾ എൻ്റെ ലെവൽ 4 ആണ്. ഈ ഓരോ ലെവൽ എത്തുമ്പോഴും ഈ ഓരോ ക്യാറ്റുകളെ കില്ല് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ക്യാരക്ടർ ഇതായിരിക്കും. മൂന്നാമത്തെ ക്യാരക്ടർ ഇതായിരിക്കും. നാലാമത്തെ ക്യാരക്ടർ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ്. ഇതായിരിക്കും നമ്മുടെ ക്യാരക്ടേഴ്സ്. അപ്പോൾ ഈ ഓരോ ക്യാരക്ടേഴ്സിനും എന്ത് ചെയ്യണം നമ്മൾ കില്ല് ചെയ്ത് കളയണം. കില്ല് ചെയ്ത് കളയുന്നുണ്ടെങ്കിൽ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ലൈഫ് കുറഞ്ഞു പോകുന്നത്. ഓരോ ടാപ്പ് ചെയ്യുമ്പോഴും അതിൻ്റെ ലൈഫ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും താഴെ ഈ ഭാഗത്തായിട്ട് നമുക്ക് അതിൻ്റെ ലൈഫ് കാണാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് 30 ലാക്ക് ആണ്. 30 ലാക്ക് പോയിന്റ് നമ്മൾ ടാപ്പ് ചെയ്തോ അല്ലാതെയോ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്യാരക്ടറിനെ കില്ല് ചെയ്ത് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റും. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ എല്ലാത്തിലും പോലെ തന്നെ ബൂസ്റ്റേഴ്സ് ഉണ്ട്. ബൂസ്റ്റേഴ്സ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും 3 ബൂസ്റ്റർ കിട്ടും. അതിൽ ടർബോ എന്ന് പറഞ്ഞ ബൂസ്റ്ററിന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടർബോ ക്ലിക്ക് ചെയ്തെങ്കിൽ ഒരു മരുന്നിൻ്റെ കുപ്പി പോലത്തെ ഒരു സാധനം ഇവിടെ വരും. ആ കുപ്പിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ച് നേരത്തേക്ക് ഒരു 20 സെക്കൻഡ് നേരത്തേക്ക് നമുക്ക് ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ട് സാധാ കിട്ടുന്നതിലും കൂടുതൽ പോയിന്റ് നമുക്ക് കിട്ടാൻ സാധിക്കും. അതൊരു 20 സെക്കൻഡ് നേരത്തേക്കാന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ 1, 2, 3, 4 വിരലിലേക്കൊക്കെ ടാപ്പ് ചെയ്തോളൂ. അപ്പോഴത്തേക്കും കുറച്ച് കിട്ടും. അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ അത്ര നേരത്തേക്കാണ് കിട്ടുക. പിന്നെ അടുത്ത ബൂസ്റ്റ് എന്ന് പറയുന്നത് റീചാർജ് ആണ്. റീചാർജ് നമുക്കറിയാം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാം 1742 എന്ന നമ്പർ കാണാൻ പറ്റും. അത് ഫുൾ ആവും. 2500 എന്നുള്ളത് ഫുൾ ആവും. പിന്നെ അടുത്തത് ആക്ടിവേറ്റ് ടാപ്പ് ബോട്ട് ആണ്. ടാപ്പ് ബോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ടാപ്പ് ബോട്ട് നമ്മൾ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസം 3 പ്രാവശ്യം വർക്ക് ചെയ്യും. അപ്പോൾ ഞാൻ ഇതുവരെ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഒരു പ്രാവശ്യം നമ്മൾ ആക്ടിവേറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് 3 മണിക്കൂർ നേരത്തേക്ക് വർക്ക് ചെയ്യും. 3 മണിക്കൂർ നേരത്തേക്ക് രൂപ നമുക്ക് ഉണ്ടാക്കി തരും. അടുത്തത് ഡാമേജ് ആണ്. ഡാമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 9 ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡാമേജ് ലെവൽ നമുക്കത് പോയിന്റ് കൊടുത്ത് കൂട്ടാൻ പറ്റും. അടുത്തത് എനർജി ക്യാപ്പ് ആണ്. എനർജി ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാം എൻ്റെ എനർജി ക്യാപ്പ് 2500 ആണ്. അത് കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിന്റ് കൊടുത്താൽ മതി. അടുത്തത് റീചാർജിങ് സ്പീഡാണ്. നമ്മൾ ടാപ്പിൽ പറഞ്ഞ പോലെ ഒരു സെക്കൻഡിൽ എത്ര കോയിൻ വെച്ചാണ് റീചാർജ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് റീചാർജ് സ്പീഡ്. പിന്നെ സ്റ്റാറ്റസ് ഏണ് ഇൻവൈറ്റ് ഒക്കെയാണ്. വേറെ ഇതിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ലിസ്റ്റിംഗ് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ പൊട്ടൻഷ്യൽ ലിസ്റ്റിംഗ് ഉണ്ടാവുമെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാത്തിൻ്റെ ഒപ്പം തന്നെ ഇതും മൈൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ വേറെ കാര്യമായിട്ട് വേറൊന്നും ഇല്ല ഇതിൽ അറിയാനായിട്ട്. അങ്ങനെയല്ല, ഇത് ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ടാപ്പിംഗ് ബോട്ടിനെ മേടിക്കുന്നത് കുറച്ച് ഉപകാരമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ദിവസം 3 പ്രാവശ്യം അത്യാവശ്യം 1,94,000 കോയിൻ സംതിങ് ഉണ്ടാക്കി തരുന്നുണ്ട്. ടാപ്പിംഗ് ബോട്ടിനെ മേടിക്കുന്നത് എന്തായാലും നല്ലതായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ ബൈ.